I'll call you back. What is this, Midun? പാട്ടിന്റെ ശ്രുതിയും താളവും എല്ലാം പഠിപ്പിച്ച് ശരിയാക്കി കൊണ്ടുവന്നപ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ തെറ്റിച്ചു പാടിയിരിക്കുന്നു. ഡാഡ് എന്തിനെക്കുറിച്ചായി പറയുന്നത്? ഇന്ന് നീ അർജുനോട് സംസാരിച്ച രീതിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ബിസിനസ് ആകുമ്പോൾ അതിൽ ശത്രുക്കളും ഉണ്ടാകും, മിത്രങ്ങളും ഉണ്ടാകും. മിത്രങ്ങളോട് സഹായം ചോദിക്കാനും പാടില്ല, ശത്രുക്കളോട് വിരോധം കാണിക്കാനും പാടില്ല. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ ബിസിനസ് വളരുള്ളൂ. അർജുനോടൊപ്പം അങ്ങനെയൊക്കെ സംസാരിക്കേണ്ട കാര്യം എന്തായിരുന്നു മിഥുൻ? എന്താ ഡാഡ് ഇത്? ഇവിടെ ബിസിനസ് വേറെ, അർജുൻ വേറെ. അർജുൻ വേറെ എന്ന് പറഞ്ഞാ അതെന്തുകൊണ്ടാ? അതെന്താന്ന് വെച്ചാ ഞാൻ ഓരോ കാര്യം നോക്കേണ്ടതും മത്സര ബുദ്ധിയോടെ കാണേണ്ടതും അർജുനെയാ. അത് മാത്രമല്ല, അവൻ എന്നെ വെറും ഒരു ശത്രുവായിട്ട് മാത്രമേ കാണുന്നേ. എല്ലാ വിഷയത്തിലും അവൻ അങ്ങനെയാ. മിഥുൻ, എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, ബിസിനസ്സിലുള്ള ദേഷ്യമൊക്കെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി. അതൊന്നും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കാണിക്കാൻ പാടില്ല. ബിസിനസ്സിൽ വിജയിക്കുന്നവരുമുണ്ട്, നശിച്ചു പോകുന്നവരുമുണ്ട്. നമ്മൾ ചിലപ്പോൾ വിജയിക്കുന്നവരുടെ ലിസ്റ്റിൽ പെടാം, ചിലപ്പോൾ നശിക്കുന്നവരുടെ ലിസ്റ്റിലും പെടാം. അതുകൊണ്ട് തന്നെ ആരോടും ശത്രുത വെച്ച് പുലർത്താതെ ഇരിക്കുന്നതാണ് നല്ലത്. ഡാഡ് പ്ലീസ്. അർജുൻ എപ്പോഴും എന്നെ ശത്രുവായി തന്നെ കാണുന്നേ. ഇപ്പൊ തന്നെ ജയമാറിന്റെ പ്രോജക്റ്റ് കിട്ടാൻ വേണ്ടി എന്നോട് മത്സരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട് ഡാഡ്. ഇനി ഈ വിഷയത്തിൽ അധികം സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഡാഡ്. ശരി മിഥുൻ, നിന്റെ ഇഷ്ടം. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യ. വാട്ട് ഹാപ്പൻ മിഥുൻ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല മഞ്ജരി. ബൈ ദ വേ, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ അത്? ജയമാർ സാറിന്റെ മകൾക്ക് നമ്മുടെ നാട്ടിലെ എല്ലാ സ്റ്റാർസുമായിട്ടും എല്ലാ സെലിബ്രിറ്റീസുമായിട്ടും നല്ല ബന്ധമുള്ള ആളാ. അപ്പൊ നമ്മളും അത് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ ഡിഗ്നിറ്റി ആ ലെവലിൽ വേണം. തീർച്ചയായിട്ടും മിഥുൻ, അങ്ങനെ തന്നെയാ വേണ്ടത്. നമുക്കതിന് എന്താ കുറവ്? ഈ നാട്ടിലെ നിങ്ങളുടെ കുടുംബത്തിന്റെ പേരും പ്രശസ്തിയും വേറെ ആർക്കും ഉള്ളേ. നിന്റെ ക്വാളിറ്റി എന്താന്ന് അവർക്ക് മനസ്സിലായിക്കോളും. മഞ്ജരി, നിനക്കെന്താ ബോധമല്ലേ? ഡിഗ്നിറ്റി കുന്തോന്നൊക്കെ മിഥുൻ ഓരോന്ന് പറഞ്ഞ അതിന് നീയും എന്തിനാ തലയാട്ടുന്നേ? ഇപ്പെന്തു പറ്റി ആന്റി? ആ ജയമാറുടെ മകളുടെ ഫ്രണ്ടായിരുന്നു നീ, നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നൊക്കെ പറഞ്ഞത് നീ മറന്നുപോയോ? അതൊക്കെ പറഞ്ഞത് ആന്റിയല്ലേ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? അതെന്തെങ്കിലും ആവട്ടെ. എന്തായാലും അങ്ങനെ പറഞ്ഞു പോയില്ലേ. മറ്റുള്ളവര് കാണുന്നതിന് മുൻപ് ജയമാറുടെ മകളുമായിട്ട് നീ ക്ലോസ് ആവണം. അതിന് അവരെത്തിയാലുടനെ അതിനുള്ള പണികളൊക്കെ നമ്മൾ തുടങ്ങണം. മനസ്സിലായോ? അതെ ആന്റി, ആന്റി പറഞ്ഞത് സത്യ. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എല്ലാവരുടെ മുന്നിലും ഞാൻ നാണം കെടും. പിന്നെ ഞാൻ പറയുന്നത് ആരും വിശ്വസിച്ചൊന്നും വരില്ല. അത് ഓർമ്മയുണ്ടല്ലോ. വാ പോവാ. അല്ല ചാരു, ഏട്ടത്തിയോടെ പോയി? ഏട്ടത്തിക്ക് പകരം നീ എന്താ വന്നേ? അയ്യോ വിവേക്, ചേച്ചിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ? അങ്ങനെ വന്നാ എല്ലാവരും ചേച്ചിയെ കാണില്ലേ? ഇതുവരെ എവിടെയായിരുന്നു എന്ത് ചെയ്യായിരുന്നു എന്നൊക്കെ ചോദിച്ച് വലിയ പ്രശ്നം ഉണ്ടാവില്ലേ? ചേച്ചി എല്ലാവരോടും എന്ത് സമാധാനം പറയും? അത് പറഞ്ഞ ശരിയാ, ഞാൻ ആ കാര്യം പാടെ മറന്നുപോയി. ചേച്ചി എന്തായാലും വരില്ല. പക്ഷെ എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് അർജുൻ സാറ് പറഞ്ഞു. അതുകൊണ്ടാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. സർപ്രൈസോ? അതെന്താ? എന്താന്നറിയായിരുന്നെങ്കിൽ ഞാൻ തന്നെ അത് പറയില്ലായിരുന്നു. ഏട്ടത്തി ഇപ്പൊ അവിടെ ഒറ്റയ്ക്കായിരിക്കില്ലേ? വേറെ എന്ത് ചെയ്യാനാ? ഇല്ല ചാരു, മേഘ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരും. എന്തൊക്കെയാ പറയുന്നത്? ചേച്ചി എങ്ങനെ ഇങ്ങോട്ട് വരാനാ? അങ്ങനെ വന്നു കഴിഞ്ഞാ അവരെല്ലാരും ചേച്ചിയെ കാണില്ലേ? നോക്കൂ ചാരു, ചിലരെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി, വലിയ ത്യാഗങ്ങളുടെ വില പഠിപ്പിക്കാൻ വേണ്ടി ദൈവം എപ്പോഴെങ്കിലുമൊക്കെ ഒരു സമയത്ത് താഴേക്കിറങ്ങി വരാറുണ്ട് ചാരു. പല അവതാരങ്ങളും എടുത്ത് പ്രത്യക്ഷപ്പെട്ടെന്നുമായിരിക്കും. ഇപ്പൊ നമ്മുടെ മേഘയ്ക്കും അത് തന്നെയാണ് സംഭവിക്കുന്നത്. സത്യത്തിൽ നിങ്ങൾ എന്തൊക്കെ സംസാരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അർജുൻ. മേഘ ഇത്രയും കാലം ഒരു കൂട്ടിലടച്ചിട്ട പക്ഷിയെ പോലെ ആരും അറിയാതെ അജ്ഞാതവാസത്തിലായിരുന്നില്ലേ? എല്ലാവരെയും പേടിച്ചിരിക്കുകയായിരുന്നു അവള്. ഇനിയും മേഘ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മാത്രം അവൾക്കായി വീണ് കിട്ടിയ ഈ അവസരം ഉപയോഗിക്കാമെന്ന് വിചാരിച്ചത്. അല്ല അർജുൻ, നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അല്ല, ചിക്കു ഒക്കെ ഇവിടെ നിൽക്കുമ്പോ ചേച്ചി എങ്ങനെ വരാനാ? ദാ ഇങ്ങനെ തന്നെ.
മഞ്ജരി, ജയമാറിന്റെ മകൾ എത്തിക്കഴിഞ്ഞു. എങ്ങനെയെങ്കിലും പരിചയപ്പെട്ടേ പറ്റൂ. എന്ത് ചെയ്തിട്ടാണെങ്കിലും അവരായിട്ട് ക്ലോസ് ആയി പറ്റും. വാ. ഒന്ന് മാറൂ. ഒന്ന് മാറിക്കേ, please. Why are you looking at me like that? Hello. I'm talking to you only. നിങ്ങൾ രണ്ടുപേരും എന്നെ കണ്ടിട്ട് എന്തെങ്കിലും ഷോക്കായി നിൽക്കുന്നേ? അത് പിന്നെ ഈ ഫ്ലവർ ബൊക്കെ എനിക്ക് വേണ്ടിയാണോ? അതെ, നിങ്ങൾക്കുള്ളതാ. എങ്കിൽ പിന്നെ അത് നിങ്ങളുടെ കയ്യിൽ എന്തിനാ വെച്ചിരിക്കുന്നേ? Thank you so much. നീ സോറി, നിങ്ങൾ ആരാ? What a silly question. I'm Samita. Sam, daughter of Mr. J. Mercer. ജയമാറിന്റെ ഒരേ ഒരു ഡോട്ടർ. ഇത്രയും അറിഞ്ഞാ മതിയോ അതോ ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ വേണോ? നിങ്ങൾ മാറിയിരുന്നെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ കൂടി കാണാമായിരുന്നു. അർജുൻ സാർ, എന്റെ ചേച്ചിയാണോ അത്? അതോ ഇനി ചേച്ചിയെ പോലുള്ള മറ്റാരെങ്കിലും ആണോ? എന്താ ഇത് അർജുൻ? ചാരുവിനോട് നിങ്ങൾ പറഞ്ഞിരുന്ന സർപ്രൈസ് ഇതാണോ? എന്നാലും ഇതെങ്ങനെയാ? എന്തൊരു മാറ്റം ഇത്? ഞാനത് പറഞ്ഞില്ലേ, ദൈവങ്ങൾ ചിലപ്പോഴൊക്കെ അവതാരം എടുക്കുമെന്ന്. ഇപ്പോൾ നമ്മുടെ മേഘയും അങ്ങനെ ഒരു അവതാരം എടുത്തിരിക്കുകയാണ്. ജയമാറിന്റെ മകളുടെ അവതാരമാണത്. എന്നാ നടക്ക്. അവിടേക്ക് ഇരുന്നോളൂ. മാഡം, ഇദ്ദേഹത്തിന്റെ പേര് അർജുൻ. മംഗലപുരത്തെ പ്രധാനപ്പെട്ട വ്യവസായികളുടെ ലിസ്റ്റിൽ ഇദ്ദേഹം ഉണ്ട്. ഒരുപാട് സക്സസ്ഫുൾ പ്രൊജക്റ്റില് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുമുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും കുറഞ്ഞ സമയത്തിൽ പ്രൊജക്ട് ഫിനിഷ് ചെയ്യുന്ന കാര്യത്തിൽ ഇദ്ദേഹം സ്പെഷ്യലിസ്റ്റുമാണ്. അങ്ങനെയാണോ? നൈസ് ടു മീറ്റ് യു മിസ്റ്റർ അർജുൻ. നൈസ് ടു മീറ്റ് യു മിസ് സംയുക്ത. നിങ്ങളെപ്പോലെ ടാലന്റ് ഉള്ള ഒരാൾ ഈ ഫംഗ്ഷന് വന്നതിൽ ഐ എം റിയലി സോ ഹാപ്പി ഫോർ ദാറ്റ്. സീ സൂൺ മിസ്റ്റർ അർജുൻ. വന്നോളൂ. അർജുൻ സാർ, ഇതെന്റെ ചേച്ചിയല്ലേ? ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. അവരെങ്ങാനും ചേച്ചിയെ കണ്ടാ പിന്നെ എന്ത് ചെയ്യും? ചാരു, ഇപ്പൊ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ജയമാറിന്റെ മകൾ സംയുക്തയാണ്. അവൾക്ക് ചുറ്റും നിൽക്കുന്നവർ അവളെ ജയമാറിന്റെ മകളായിട്ട് തന്നെ കാണൂ. അവൾ സംയുക്തയാണെന്ന് സ്വയം വിശ്വസിച്ചു. അതുമാത്രമല്ല, അവൾ സംയുക്തയെ പോലെ പ്രവർത്തിക്കുകയും വേണം. പക്ഷേ ചേച്ചിക്ക് ജയമാറിന്റെ മകളായിട്ട് അഭിനയിക്കാനുള്ള അവസരം എങ്ങനെ കിട്ടി? സംയുക്തയായിട്ട് മാറാൻ എങ്ങനെ കഴിഞ്ഞു? ചേച്ചിയുടെ ചുറ്റുമുള്ളവരെ കുറിച്ച് ഓർക്കുമ്പോഴാ എനിക്ക് പേടിയാവുന്നത്. ചേച്ചി ഇനി എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ പറയുന്ന ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷൻ ആവുന്നു.
നിന്റെ മനസ്സിനുള്ളിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നിനക്ക് എന്തായാലും ഉത്തരം ലഭിച്ചിരിക്കും ചാരു. അതുവരെ നീയൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നേ ഉള്ളൂ. ചാരു പറഞ്ഞതുപോലെ തന്നെ എനിക്കും ഇതൊക്കെ കണ്ടിട്ട് നല്ലപോലെ ടെൻഷൻ തോന്നുന്നുണ്ട് അർജുൻ. മുഖത്ത് എന്തൊക്കെ മേക്കപ്പ് ചെയ്താലും കാണുന്നവർക്ക് മനസ്സിലാവില്ലേ? കുറച്ച് സമയം കഴിയുമ്പോ അതൊക്കെ അങ്ങ് മാറിക്കോളൂന്നേ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇതിന്റെ ഒന്നും അർത്ഥം മനസ്സിലാവുന്നില്ല. ചേച്ചിയെ ഇങ്ങനെ കാണുകയും കൂടെ ചെയ്തപ്പോ എന്റെ പേടി കൂടിയിട്ടേ ഉള്ളൂ. പേടിക്കാതിരിക്കൂ ചാരു. മേഘയ്ക്ക് സംസാരിക്കാൻ അവസരം കിട്ടട്ടെ. നിന്റെ മനസ്സിലുള്ള പേടിയൊക്കെ അതോടെ മാറിക്കോളും. മനസ്സിലായോ? ഇത് മേഘന തന്നെയാണോ? അങ്ങനെ തന്നെ ഉണ്ട്. രൂപം എല്ലാം മാറിയിരിക്കുന്നു, സംസാരവും മാറിയിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ കണ്ടപ്പോ മുതൽ ഷോക്കായി നിൽക്കുക. എനിക്ക് ഇങ്ങനെയാണെങ്കിൽ മിഥുൻ അവളെ കാണുമ്പോ പിന്നെ എന്തായിരിക്കും അവസ്ഥ? മിഥുൻ, നമ്മളിവിടെ വന്നത് എന്തിനാണെന്നുള്ള കാര്യം മറന്നുപോയോ? ഇവിടെയുള്ളവരെല്ലാം ആ കുട്ടിയെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയല്ലോ. അല്ല, നീ മാത്രം എന്താ ഇവിടെ ഇങ്ങനെ പോകാതിരിക്കുന്നത്? ഡാഡ്, എന്തിനു വേണ്ടിയാണെങ്കിലും നമ്മൾ തിടുക്കം കാണിക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾ ചിലപ്പോൾ ലേറ്റ് ആണെന്ന് തോന്നുമായിരിക്കും. പക്ഷേങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ എൻട്രിക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ഗുണം, അങ്ങനെ നമ്മളെ കാണുന്നവർ പെട്ടെന്നൊന്നും നമ്മളെ മറക്കാനും പോകുന്നില്ല. എക്സ്ക്യൂസ് മീ മിഥുൻ സർ. ആ പറഞ്ഞോളൂ. എല്ലാവരും ഇൻട്രൊഡക്ഷൻ ഒക്കെ ഇപ്പൊ കഴിഞ്ഞു സർ. ഇനി സാറ് മാത്രമേ ബാക്കിയുള്ളൂ. ഈ നാട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായിയായ നിങ്ങളെ മാഡത്തിന് എന്തായാലും പരിചയപ്പെട്ടേ മതിയാവും. അതുകൊണ്ട് സാർ അങ്ങോട്ടേക്ക് ഒന്ന് വരാൻ പറ്റുമോ? വൈ നോട്ട്? വരാലോ. താങ്ക് യു സർ. വെൽക്കം ടു ഇന്ത്യ, മിസ് സംയുക്ത. ഞാനിത് എന്തേ കാണുന്ന ഈശ്വര? ഇത് മേഘനയല്ലേ? ജയന്മാറിന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് ഇത് മേഘനയെ പോലെ ഉണ്ടല്ലോ. മേഘന എങ്ങനെ ഇവിടെ? ആൻഡ്രി, ഒന്ന് അങ്ങോട്ടേക്ക് നോക്കേ. എക്സ്ക്യൂസ് മീ, എന്നെ ഇന്ന് കണ്ട സമയത്ത് ഒരുപാട് പേര് ഷോക്കാവുന്നു. Is there anything wrong? നത്തിങ്. സംയുക്ത മാഡം, വെൽക്കം ടു ഇന്ത്യ. Thank you so much.
യു ആർ മിഥുൻ റൈറ്റ്? ആ അതെ. ഷീസ് യുവർ മോം റൈറ്റ്? Yeah. നമസ്തേ ആന്റി. നമസ്കാരം. നമസ്തേ അങ്കിൾ. നമസ്കാരം. മിസ്റ്റർ മിഥുൻ നന്ദൻ, ഡാഡ് ടോൾഡ് മീ അബൌട്ട് യു. നിങ്ങളുടെ അച്ഛൻ പണ്ട് നിർത്തിവെച്ച കമ്പനി നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഉയർത്തിയെടുത്ത് കൊണ്ടുവന്നു എന്ന്. അത് മാത്രല്ല, ആ കമ്പനിയില് നിങ്ങൾ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ. പിന്നെ ഒരുപാട് പറഞ്ഞു മിഥുൻ ഭയങ്കര ദയുള്ളവനാണ്, ആദർശശാലിയാണെന്നൊക്കെ. ഏതൊക്കെയോ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലേ മിഥുൻ? എന്റെ അച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞത് കേട്ടപ്പോ ഐ വാസ് ഫീലിംഗ് വെരി ഹാപ്പി. ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഇവിടെ വന്നതിൽ ലോട്ട്സ് ഓഫ് താങ്ക്സ് മിസ്റ്റർ മിഥുൻ നന്ദൻ. അയ്യോ, അങ്ങനെയൊന്നുമല്ല. ആക്ച്വലി ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിൽ ഞാനാ ശരിക്കും നിങ്ങളോട് നന്ദി പറയേണ്ടത്. യു ആർ വെൽക്കം. യു ആർ വെരി ടാലന്റഡ്. അത് മാത്രമല്ല, നല്ല കമ്മിറ്റ്മെന്റും ഉണ്ട്. ഐ റിയലൈസ് ദാറ്റ്. യു നോ വൺ തിങ്, എന്റെ അച്ഛൻ ഇനീഷ്യേറ്റ് ചെയ്ത ഈ പ്രൊജക്ടിന് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഹാ, കോമ്പറ്റീഷനില് നിങ്ങൾ മുന്നിൽ തന്നെയാണുള്ളത്. ഈ പ്രൊജക്ട് നിങ്ങളുടെ കൈ കിട്ടിയ നന്നായിട്ട് ഫിനിഷ് ചെയ്യുന്നു അറിയാം. താങ്ക് യു സോ മച്ച് സംയുക്ത മാഡം. ഹേ, യു ക്യാൻ കോൾ മീ സാം.